KSRTCക്ക് ആശ്വാസം 102 കോടി 62 ലക്ഷം രൂപ അനുവദിച്ച ധനവകുപ്പ് 72.62 കോടി രൂപ പെൻഷൻ വിതരണത്തിനാണ്. സർക്കാർ KSRTCക്ക് ഇതുവരെ സഹായമായി നൽകിയത് 6163 കോടി രൂപ. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, ഗുഡ് ഈവനിംഗ്. KSRTC ജീവനക്കാർക്ക് ആശ്വാസം പകരുന്ന വാർത്തയാണ്. ധനവകുപ്പ് അനുവദിച്ച തുകയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ഷഫീദ്? ശ്രീനിത സൂചിപ്പിച്ചതുപോലെ തന്നെ KSRTC ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള ഒരു വിവരം, ഒരു വാർത്തയാണിപ്പോൾ സർക്കാരിൽ നിന്ന് പുറത്തു വരുന്നത്. നമുക്കറിയാം, ഈ പുതിയ പരിഷ്കാരങ്ങളുടെയൊക്കെ ഭാഗമായി KSRTCയിൽ 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കുന്ന, അതായത് KSRTC ജീവനക്കാർക്ക് 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കുന്ന നീക്കത്തിലേക്ക് കടക്കുകയായിരുന്നു. പക്ഷേ പെൻഷൻകാരുടെ കാര്യത്തിൽ അപ്പോഴും ചില ആശങ്കകൾ തുടർന്നിരുന്നു. എന്നാൽ ആ ആശങ്കകൾക്ക് വകയില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ ധനവകുപ്പിൻ്റെ തീരുമാനം. 102.62 കോടി രൂപയാണ് സർക്കാർ ഇപ്പോൾ പുതുതായി KSRTCക്ക് അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 72.62 കോടി രൂപ അത് അനുവദിച്ചിട്ടുള്ളത് പെൻഷന് വേണ്ടിയിട്ടാണ്. പകരം മറ്റു സഹായങ്ങൾ, അതായത് മറ്റു കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം എന്ന രീതിയിൽ തന്നെയാണ് ഈ 30 കോടി രൂപയും അനുവദിച്ചിട്ടുള്ളത്. ഈ സർക്കാരിൻ്റെ കാലത്ത് 6163 കോടിയോളം രൂപ KSRTCക്ക് സർക്കാർ സഹായം നൽകിയിട്ടുണ്ട്. അത് ബജറ്റിനേക്കാൾ വലിയ തുകയാണ് എന്ന് ധനവകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും KSRTCയെ സംബന്ധിച്ച്, KSRTC ജീവനക്കാരെ സംബന്ധിച്ച്, പെൻഷൻകാരെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന ഒരു നീക്കം, ഒരു തീരുമാനം അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ശ്രീനിത. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. KSRTCയെ സംബന്ധിച്ച്, KSRTCയിലെ ജീവനക്കാരെ സംബന്ധിച്ച് ആശ്വാസകരമായ വാർത്തയാണ്. കാരണം കഴിഞ്ഞ മാസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദമായ കാര്യങ്ങൾ മന്ത്രി തന്നെ പറഞ്ഞിരുന്നു. പിന്നെ ഈ KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂൾ അതൊക്കെ ലാഭകരമാണെന്ന് പറയുന്നു. പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ തുടർച്ചയായി KSRTCയുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ?